സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് ആളുകളിൽ വളരെയധികം ആളുകൾ ദേശങ്ങൾ കാണുവാൻ, മറ്റു ദേശങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കുവാൻ, മനോഹരമായ ഭൂപ്രകൃതി കാണുവാൻ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു രീതി കാണുവാൻ സാധിക്കുന്നുണ്ട്. വിദേശ നാണ്യം ലഭിക്കുന്നതിന് വേണ്ടി വിദേശികളെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ടൂറിസം എന്നുള്ളത്. എല്ലാ രാജ്യങ്ങളും ടൂറിസത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലും ടൂറിസം വളരെയധികം വളർന്നിരിക്കുന്നു. എന്തിനേറെ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ധാരാളം ടൂറിസ്റ്റ് പോയിന്റുകളുണ്ട്. കേരളത്തെ നമുക്ക് 3 മേഖലകളായി തിരിക്കുവാൻ സാധിക്കും. കിഴക്കുള്ളതായ മലനാട്, മധ്യഭാഗത്തുള്ളതായ ഇടനാട്, പിന്നീട് അറബിക്കടലിൻ്റെ സമീപത്തേക്ക് വരുമ്പോൾ തീരപ്രദേശം എന്നിങ്ങനെ 3 മേഖലകളായി നമുക്ക് തിരിക്കുവാൻ സാധിക്കും. ഈ 3 മേഖലകളിലും വളരെയധികം ടൂറിസ്റ്റ് പോയിന്റുകളുണ്ട്. ഈ ഓരോ ടൂറിസ്റ്റ് പോയിന്റും കാണുക വളരെയധികം കൗതുകകരങ്ങളാണ്. പ്രത്യേകിച്ച് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ പർവ്വതനിരകളാണല്ലോ നാം അവിടെ കാണുന്നത്. വളരെ മനോഹരമായ പർവ്വതനിരകൾ. കാലാവസ്ഥയ്ക്ക് വ്യതിയാനങ്ങളുണ്ട്. വനം ധാരാളം കാണുവാൻ സാധിക്കും. ചിലയിടങ്ങളിൽ ചെന്നാൽ വന്യജീവികളെയും കാണുവാൻ കഴിയും. ചില സ്ഥലങ്ങളിൽ ചെന്നാൽ വന്യജീവികളെ തന്നെ നമുക്കവിടെ കാണുവാൻ കഴിയും. ഉദാഹരണമായി പറഞ്ഞാൽ, തേക്കടിയിലുള്ള പെരിയാർ റിസർവോയറിൽ നാം ബോട്ടിംഗ് നടത്തുകയാണെങ്കിൽ ഉച്ച സമയത്ത് ധാരാളം വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ഈ റിസർവോയറിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച വളരെയധികം മനോഹരങ്ങളാണ്. വളരെയധികം വർഷങ്ങൾക്ക് മുൻപ് ഈ റിസർവോയറിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ വളരെ അപൂർവമായ ഒരു കാഴ്ച കാണുന്നതിനിടയായി. അതായത്, ഒരു ഒറ്റയാൻ റിസർവോയറിൻ്റെ ഒരു ഭാഗത്തുള്ള വനത്തിൽ നിന്ന് ഓടിയിറങ്ങി വെള്ളത്തിലേക്ക് ചാടി നീന്തി അക്കരെ കയറി പോകുന്നതായ അത്യപൂർവമായ ഒരു കാഴ്ച കാണുന്നതിനിടയായി. ഈ വനം പോലെ തന്നെ മനോഹരമായിട്ടുള്ളതാണ് വയനാട്ടിലുള്ള മുത്തങ്ങ വനം. അവിടെയും വനത്തിനുള്ളിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വന്യമൃഗങ്ങളെ കാണുവാനുള്ള സാധ്യതയും ഉണ്ട്. കേരളത്തിൻ്റെ മധ്യഭാഗത്തേക്ക് വരുമ്പോൾ ഇടനാടാണ്. അവിടെ നദീതടങ്ങളും അതിനോടനുബന്ധമായ പ്രദേശങ്ങളുമാണ്. വളരെ മനോഹരമായ പ്രദേശങ്ങളാണിത്. പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ചെല്ലുമ്പോഴോ അവിടെ തീരപ്രദേശമാണ്. തീരപ്രദേശങ്ങളുടെ മനോഹാരിത ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു തെളിഞ്ഞ സായാഹ്നത്തിൽ ഒരു ബീച്ചിലേക്ക് നാം ചെല്ലുകയാണെങ്കിൽ എത്രയോ മനോഹരമായ പ്രകൃതി ഭംഗി അവിടെ കാണുവാൻ സാധിക്കും. അസ്തമയ സൂര്യന്റെ ചെങ്കതിരുകൾ ആകാശത്തിന് നൽകുന്ന നിറക്കൂട്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ സാധ്യമല്ലാത്തതാണ്. അത്രമാത്രം മനോഹരമാണ് സായം സന്ധ്യകൾ. ഓരോ സ്ഥലത്തിനും ഇതേപോലെ തന്നെ പ്രാധാന്യവും മനോഹാരിതയും ഉണ്ട് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. പലസ്തീൻ നാടുകളെ നോക്കുക. പലസ്തീൻ നാടുകൾക്ക് വളരെയധികം മനോഹാരിതയുള്ള ധാരാളം ടൂറിസ്റ്റ് പോയിന്റുകളുണ്ട്. ബൈബിളിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഗലീല, ശമരിയ, യഹൂദ്യ ഈ പ്രദേശങ്ങളെല്ലാം നോക്കുമ്പോൾ വളരെ മനോഹരങ്ങളായ ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് ടൂറിസ്റ്റ് പോയിന്റുകൾ ഈ പ്രദേശങ്ങളിലുണ്ട്. ഈ പ്രദേശങ്ങളുടെ ചരിത്രപരമായ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പാദസ്പർശമേറ്റ സ്ഥലങ്ങളാണ് എന്നുള്ളതത്രേ. 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായി ജനിച്ചു വീണു. അവിടുന്ന് ദൈവമായിരുന്നു. എന്നാൽ മനുഷ്യന്റെ പാപം പരിഹരിക്കുന്നതിന് വേണ്ടി പാപമില്ലാത്തവനായി അവിടുന്ന് ഈ ലോകത്തിൽ ഒരു മനുഷ്യ ശിശുവായി ജനിച്ചു വീണു. മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ വിടുവിക്കുവാനോ നരകാഗ്നിയിൽ നിന്ന് അവനെ വീണ്ടെടുക്കുവാനോ ആർക്കും സാധ്യമല്ലാതിരുന്ന സാഹചര്യത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ഈ താണലോകത്തിലേക്ക് ഒരു മനുഷ്യ ശിശുവായി ജനിച്ചു വീണത്. അവിടുത്തെ ജനനത്തിന് 600-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് അവിടുത്തെ ജനനത്തെ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. പ്രവചനവാക്യങ്ങളിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കർത്താവായ യേശുക്രിസ്തു സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ മരിച്ചു.
അവിടുന്ന് യാഗമായി അർപ്പിക്കപ്പെട്ടു എന്നതാണ് കൃത്യമായ ഒരു വസ്തുത. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്: അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ബൈബിൾ വീണ്ടും ഇങ്ങനെ പറയുന്നു: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമകനായി ദൈവമകളായി തീരുവാൻ കർത്താവ് താങ്കളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ആത്മനാഥന്റെ സ്നേഹവചനങ്ങൾ നിത്യവും ശ്രവിപ്പാൻ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. ദൈവമേ, നീ എന്നെ സ്നേഹിച്ചു, ലോകസ്ഥാപനം മുൻപെന്നെ തിരഞ്ഞെടുത്തു. ദൈവമേ, നീ എന്നെ സ്നേഹിച്ചു, ലോകസ്ഥാപനം മുൻപെന്നെ തിരഞ്ഞെടുത്തു. ഇത്രമാം സ്നേഹം എന്നിൽ പകരുവാൻ ഞാനുമൻ കുടുംബവും എന്തുള്ളൂ. ഇത്രമാം സ്നേഹം എന്നിൽ പകരുവാൻ ഞാനുമൻ കുടുംബവും എന്തുള്ളൂ. ഞാനുമൻ കുടുംബവും എന്തുള്ളൂ. ദൈവം എന്നെ സ്നേഹിച്ചു, തൻ്റെ ഓമന പുത്രനെ ദാനം തന്നു. ദൈവം എന്നെ സ്നേഹിച്ചു, തൻ്റെ ഓമന പുത്രനെ ദാനം തന്നു.